ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതി ശേഖറിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്ത മാജിക് ബോക്സ് പ്രതാപൻ അടിച്ചു മാറ്റിയിരിക്കുന്നു. രാത്രിയിൽ കള്ളന്റെ വേഷം കെട്ടിയാണ് പ്രതാപൻ അത് അടിച്ചു മാറ്റിയിരിക്കുന്നത്. എന്നാൽ വാതിൽ തുറന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നത് പാർവതി കണ്ടിരുന്നു. കറണ്ടില്ലാത്തതിനാൽ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. പാർവതി ആ വാതിലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതാപൻ രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിലായിരുന്നു. പെട്ടെന്ന് ആരാത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് പ്രതാപൻ. പെട്ടെന്ന് പ്രതാപൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. പാർവതി അവിടെയൊക്കെ വന്ന് നോക്കുന്നു. ചോദിച്ചത് കേട്ടില്ലേ, ആരാരെന്ന് എന്ന് വീണ്ടും പാർവതി ചോദിക്കുന്നു. അവിടെ തൂക്കിയിട്ടിരുന്ന ചെടിച്ചട്ടിയിൽ തട്ടി പ്രതാപന്റെ തലയൊന്ന് നൊന്തു. പാർവതി മനസ്സിൽ വിചാരിക്കുന്നു, ഇവിടെ ആരോ കയറിയിട്ടുണ്ട്. വിശാൽ സാറിനെ അറിയിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് പാർവതി പെട്ടെന്ന് അകത്തേക്ക് ഓടി. ഈ സമയം ശേഖർ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പാർവതി വരുന്നത് കണ്ട് പെട്ടെന്ന് മറഞ്ഞു നിന്നിട്ട് പാർവതി പോയതിനു ശേഷം ശേഖർ പ്രതാപനെ ശ്രദ്ധിക്കുന്നു. ഈ സമയം കൊണ്ട് വിശാലിനെ വിളിക്കാൻ പാർവതി അകത്തേക്ക് ചെന്നിരുന്നു. അവൾ പോയോ എന്ന് പ്രതാപൻ നോക്കുന്നു. ഈ സമയം പിന്നിൽ ഒളിച്ചു നിന്ന ശേഖറിന്റെ കയ്യിലിരുന്ന ആ വടി കൊണ്ട് പ്രതാപന്റെ തലയ്ക്ക് അടിക്കുന്നു. പ്രതാപന്റെ ബോധം പോയി. പെട്ടെന്ന് ശേഖർ പ്രതാപന്റെ കയ്യിലിരുന്ന മാജിക് ബോക്സുമായി അകത്തേക്കോടി. അങ്ങനെ ശേഖറിന്റെ കയ്യിൽ തന്നെ ആ മാജിക് ബോക്സ് എത്തിയിരിക്കുന്നു. ആ സമയം വിശാലിനെ അന്വേഷിക്കുകയാണ് പാർവതി. വിശാലാണെങ്കിൽ ടെറസിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വിശാലിന്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പാർവതി പറയുന്നു, വിശാൽ സാർ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ ഇരുന്ന ജനറേറ്ററും ഇൻവെർട്ടറും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ച് നന്നാക്കിയതാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഡെഡായി. പാർവതി പറയുന്നു, സാർ ഈ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. ഈ വീട്ടിലത് കയറാൻ ആരും ധൈര്യപ്പെടില്ല. ഇത് ഗായത്രി വില്ലയാണ്. അത് കേട്ട് പാർവതി പറയുന്നു, ഓ അല്ല, കയറി. ഞാൻ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിപ്പോയി. അത് ശരി, ആള് പുറത്തേക്ക് പോയല്ലേ, ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ വന്ന വഴിയെ പോയിട്ടുണ്ടാവുമെന്ന് വിശാൽ പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് കറണ്ട് വരുന്നത് വരെ ഇങ്ങനെ കണ്ണി നോക്കി നിന്നാലോ? അങ്ങനെ നിന്നാൽ നേരം വെളുത്താലും കറണ്ട് വരില്ല എന്ന് പാർവതി പറയുന്നു. വരണ്ട, നമുക്ക് പുലരും വരെ ഇങ്ങനെ നിൽക്കാമെന്ന് വിശാൽ പാർവതി പിടിച്ചുകൊണ്ട് പറയുന്നു. സാറിന് മുഴുവട്ടാണെന്ന് നാണത്തോടെ പറയുകയാണ് പാർവതി. ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പാർവതിയെ അടുത്തേക്ക് ചേർക്കുകയാണ്. നെഞ്ചോട് ചാരിക്കിടക്കുന്നു വിശാലിന്റെ പാർവതി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇതേ സമയം പാർവതി അന്വേഷിച്ച് ഗാർഗി വരുന്നു. അവള് വരുന്നുണ്ട്, സ്വർഗത്തിലെ കട്ടുറുമ്പാവൻ വരുന്ന സമയം കണ്ടില്ലേ എന്ന് വിശാൽ പറയുന്നു. പാർവതിയെ എന്ന് വിളിച്ച് ഫോണിലെ ലൈറ്റും ഓൺ ചെയ്തിട്ട് വീട് മുഴുവനും പാർവതി അന്വേഷിക്കുകയാണ് ഗാർഗി. പെട്ടെന്ന് ഈ വിളി കേട്ട് പ്രതാപന്റെ ബോധം വന്നു. അയ്യോ, മാജിക് ബോക്സ് എവിടെ എന്നൊക്കെ വിചാരിച്ച് പിന്നെയും തലയിൽ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നു. നേരത്തെ അദ്ദേഹം അടിക്കാൻ നേരത്തെ ഈ ഹെൽമെറ്റ് തലയിൽ ഇല്ലായിരുന്നു. പ്രതാപൻ വീണ്ടും കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. ഇവൻ എന്താ വൈകുന്നത് എന്ന് പ്രഭാവതി വിചാരിക്കുന്നു. ആ സമയം പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തെത്തി. എന്താടാ കിട്ടിയോന്ന് പ്രഭാവതി സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ ഹെൽമെറ്റ് ഊരിയിട്ട് പ്രതാപൻ പറയുന്നു, പെട്ടുപോയി ചേച്ചി, അല്ലെങ്കിൽ ആ മാജിക് ബോക്സ് ഞാൻ പൊക്കിയേനെ. അപ്പോൾ പറ്റിയില്ലല്ലേ, നിന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും നീ തെളിയിക്കുകയാണല്ലോ പ്രതാപ എന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പ്രതാപനോട് പറയുന്നു. ചേച്ചി, ഒരു ചാൻസും കൂടി താ എന്ന് പ്രതാപൻ. തോറ്റു പരീക്ഷ എഴുതാൻ ഇതെന്താ 10ാം ക്ലാസ് ആണോ? അവൻ ഒരു ചാൻസും കൂടി വേണം പോലും. വെറുതെ വേഷം കെട്ടിയത് മിച്ചം, അവൻ്റെ ഒരു ഫാൻസി ഡ്രസ്സ് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, മുത്തപ്പനാണ് സത്യം, ഞാൻ മാജിക് ബോക്സ് പൊക്കിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. ഒന്നിറങ്ങി പോകാമോ പ്രതാപ? നിന്നെ കാണുമ്പോൾ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുകയാണ്. അവൻ്റെ ഒരു സത്യം ഒരു മണ്ണാകട്ടെ. നിന്നെ പറഞ്ഞു വിടുന്ന സമയത്ത് ആ അന്തനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പുഷ്പം പോലെ കൊണ്ടുവന്നേനെ എന്ന് പ്രഭാവതി പറയുന്നു. ഓഹോ, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാൻ റൂമിൽ കാണും കേട്ടോ എന്ന് പറഞ്ഞ് പ്രതാപൻ പോയി. ഒന്നും നടക്കാത്തതിൻ്റെ നിരാശയിലാണ് പ്രഭാവതി. ഇവനെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഇതേ സമയം വിശാലും പാർവതിയും ഗാർഗിയും കൂടി അവിടേക്ക് നോക്കുന്നുണ്ട്. നീ കള്ളനെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഗാർഗി പാർവതിയോട് ചോദിച്ചപ്പോൾ അയ്യോ സത്യം തന്നെയാ. പിന്നെ ഒരു കറുത്ത രൂപമാണ്. ഈ സ്കൂട്ടർ ഓടിക്കുന്നവരൊക്കെ തലയിൽ വെക്കുന്ന ഒരു തൊപ്പിയില്ലേ, അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ തൊപ്പിയില്ലേ? അത് കേട്ട് ഗാർഗി പറയുന്നു, അത് ഹെൽമറ്റാണ്. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് പുറത്തേക്ക് ഒന്ന് നോക്കാം, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ മുഴുവനും അന്വേഷിക്കുകയാണ് കള്ളനെ. ആ സമയം ശേഖർ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്നു. കയ്യിലിരുന്ന ആ വടി താഴെ വീണു പോകുന്നുണ്ട്. മാജിക് ബോക്സ് കയ്യിൽ തന്നെയുണ്ട്. ആ സമയം പെട്ടെന്ന് ഗാർഗിയും പാർവതിയും ഒന്ന് പേടിച്ചു. ശബ്ദം മാത്രമേ കേട്ടുള്ളായിരുന്നു. ശരിയാ നീ പറഞ്ഞത്, വീടിനകത്തേക്ക് കയറി കാണും ആ കള്ളൻ. ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് ഗാർഗി നോക്കുന്നു. ഇത് എൻ്റെ മുറിയിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല പ്രതാപൻ, ഇത് കണ്ട സ്ഥിതിക്ക് ഇത് വിശാലിനെ ഏൽപ്പിക്കാമെന്ന് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതേസമയം ഗാർഗി കിച്ചണിൽ നിന്നും ഒരു വെട്ടുകത്തിയുമായി വരുന്നു.
അവിടെയാണ് കണ്ടത് എന്ന് പാർവതി അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ നിന്ന് വരുന്നത് ശേഖറാണ്. ഡാ എന്ന് പറഞ്ഞ് ഗാർഗി വെട്ടാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് ശേഖറിനെ കണ്ടപ്പോൾ ശേഖറും ഒന്ന് ഭയന്നു. നിങ്ങളെന്താ ഈ രാത്രിയിൽ ഇവിടെയെന്ന് ഗാർഗി ചോദിക്കുന്നു. മുത്തശ്ശൻ ഇവിടെ എന്താ എന്ന് പാർവതിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഇതാര് പാർവതി മോളാണോ? കൂടെ ആര് ഗാർഗിയാണോ എന്ന് ശേഖർ ചോദിക്കുന്നുണ്ട്. ദാ നിങ്ങളോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താ ചെവിയും കേൾക്കില്ലേ? നിങ്ങൾ എന്താ ഈ കറണ്ട് പോയ സമയത്ത് ഇവിടെ എങ്ങനെ നിൽക്കുന്നേ? വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടും എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു. കറണ്ട് വന്നില്ലേ ഇതുവരെ? എനിക്കത് അറിയില്ലായിരുന്നു. കറണ്ട് പോയ സമയത്ത് അതും ഈ രാത്രിയിൽ നിങ്ങളെന്താ ഇവിടെ? ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേ, എന്നിട്ട് തീരുമാനിക്കാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണോ വേണ്ടയോ എന്ന് ഗാർഗി പറയുന്നു. എന്തോ ഒച്ച കേട്ട് വന്നതാ ഞാൻ. ആരോ വീഴുന്നത് പോലെ തോന്നി. ആരാ എന്ന പാർവതി മോളുടെ വിളിയും കേട്ടോ. ഈ ബോക്സ് എടുക്കാൻ കള്ളന്മാരാരെങ്കിലും വന്നതാണെന്ന് കരുതി ഞാൻ ഈ മാജിക് ബോക്സ് പാർവതിയുടെ കയ്യിൽ കൊടുക്കാൻ വരികയായിരുന്നു. ഇത് എന്റെ മുറിയിലിരുന്നാൽ ശരിയാവില്ല. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തിയെന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാമെന്ന് പാർവതി ഗാർഗിയോട് പറയുന്നുണ്ട്. നടന്നു വരുമ്പോൾ വടിയും കയ്യിൽ നിന്ന് താഴെ വീണു. അത് തപ്പിയെടുക്കാൻ കുറച്ച് താമസിച്ചു. മുത്തശ്ശ, ഇതവിടെ ഇരിക്കുകയല്ലായിരുന്നോ? മുത്തശ്ശൻ ഇതെന്തിനാ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നാളെ ഞാൻ മുത്തശ്ശന്റെ മുറിയിൽ വരുമ്പോൾ തന്നാ മതിയായിരുന്നല്ലോ എന്ന് പാർവതി ചോദിക്കുന്നു. എന്തായാലും കൊണ്ടുവന്നേ, അല്ലെങ്കിൽ തന്നേക്കൂ എന്ന് പറഞ്ഞ് പാർവതി ശേഖറിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു. ശേഖർ പോകാൻ തുടങ്ങിയപ്പോൾ ഗാർഗി പറയുന്നു. അല്ല, ഒന്ന് നിന്നേ. ഞാൻ ഈ വെട്ടുകത്തി കൊണ്ട് വെട്ടാൻ വന്നപ്പോൾ തടയാൻ വന്ന എന്തിനാ? തടയാൻ വന്നതല്ല, എടാ എന്നുള്ള വിളി കേട്ടപ്പോൾ ആരോ മുന്നിൽ വന്നതുപോലെ തോന്നി. അത്രയും പറഞ്ഞ് ശേഖർ വന്ന വഴി പോലെ തിരിച്ചുപോയി. ചെറിയ സംശയം ഗാർഗിക്ക് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് പ്രഭാവതി. പ്രതാപൻ അവിടേക്ക് വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ പൊന്നു മുത്തപ്പ, ഞാനിത് എന്തായി കാണുന്നത്? ചേച്ചി ഗായത്രിയുടെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുന്നോ? എന്നിട്ട് പ്രഭാവതി ആ ഫോട്ടോയിലേക്ക് പറയുന്നുണ്ട്. ഫോട്ടോയിൽ നോക്കി ഗായത്രി ചേച്ചി ഉള്ളപ്പോൾ ഈ വീട് എങ്ങനെയായിരുന്നോ? ഈ കുടുംബം എങ്ങനെയിരുന്നോ? ചേച്ചി ഇല്ലാതായപ്പോഴാ അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് സംശയത്തോടെ പ്രതാപൻ ഒന്ന് ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. പ്രഭാവതി വീണ്ടും പറയുന്നു, ഈ വീട്ടിൽ എന്താ ഒരു കുറവ്? എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷം സമാധാനം ഇല്ല ചേച്ചി. ഗായത്രി ചേച്ചി എനിക്ക് ദാനം തന്നതാണ് ഈ വീടും ഈ സ്വത്തും ഒക്കെ. പക്ഷേ ചേച്ചിക്ക് അത് അനുഭവിക്കാൻ യോഗമില്ലാണ്ടായിപ്പോയി. വിശാലിനെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചിട്ട് ചേച്ചി പോയി. അവനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയതും വലുതാക്കിയതും എല്ലാം ഞാനാണ്. ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അവനെ വളർത്തി. ആ സമയം വിശാൽ അവിടേക്ക് വരുന്നു. പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചുമ്മാതല്ല ഇവരുടെ ഈ ഹെവി പെർഫോമൻസ്. ഇപ്പോഴല്ലേ സംഗതിയുടെ ഗുഡൻസ് മനസ്സിലായത്? വിശാലിനെ വളയ്ക്കാനുള്ള സൂത്രമായിരുന്നല്ലേ? വീണ്ടും പ്രഭാവതി ഫോട്ടോയിൽ നോക്കി പറയുന്നു. എനിക്ക് ചേച്ചിയുടെ ദർശനം ലഭിക്കാൻ ഭാഗ്യമില്ലല്ലോ. പാർവതിക്ക് മാത്രമല്ലേ ചേച്ചി ദർശനം നൽകൂ? എൻ്റെ ദുഃഖവും സന്തോഷവും എനിക്ക് ഈ ഫോട്ടോ നോക്കിയല്ലേ പറയാൻ പറ്റൂ? എനിക്കിതല്ലേ ഷെയർ ചെയ്യാൻ പറ്റൂ? വിശാൽ പറയുന്നു, അമ്മയെ കാണുന്ന ഭാഗ്യം പാർവതിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല. അത് കളിയായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഞാനും പാർവതിയെ വിശ്വസിച്ച് തുടങ്ങി. പാർവതി എൻ്റെ അമ്മയെ കാണുന്നത് പോലെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് കാണാൻ ഞാനൊന്ന് കൊതിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. പ്രഭാവതി പറയുന്നു, പാർവതിക്ക് മാത്രമല്ല മോനെ, ഇന്നലെ ഗായത്രി ചേച്ചി ഞാനും സ്വപ്നം കണ്ടിരുന്നു. അതൊരു വല്ലാത്ത സ്വപ്നമായിരുന്നു മോനെ. എന്താ പറഞ്ഞത്? അമ്മയെ സ്വപ്നം കണ്ടെന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് വിശാൽ പറയുന്നു. അതേ മോനെ, അത് പറയാനാണ് ഞാൻ നിന്നോട് താഴേക്ക് വരാൻ പറഞ്ഞത്. ഇന്ന് മോൻ്റെ അമ്മയുടെ ആണ്ടും കൂടിയാണ്. അതായിരിക്കാം എനിക്ക് ചേച്ചി സ്വപ്ന ദർശനം തന്നത്. സ്വപ്നത്തിൽ വന്ന ചേച്ചി എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ മോൻ വിശാൽ സുഖമായിട്ടിരിക്കുന്നു എന്ന്. അസുഖമായി കിടക്കുന്ന ഗോപേട്ടനെ കുറിച്ച് പോലും എന്നോടൊന്നും ചോദിച്ചില്ല. നിന്നെപ്പറ്റി മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അതിനർത്ഥം എന്താണ്? ചേച്ചിക്ക് മോനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ? വിശാൽ പറയുന്നു, എനിക്ക് എൻ്റെ അമ്മയെ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ എന്ത് പാപമാ ചെയ്തത്? പ്രഭാവതി പറയുന്നു, മോനെ നീയും കാണേണ്ടതാണ്, പക്ഷേ എന്തുകൊണ്ട് ദർശനം കിട്ടുന്നില്ല? അതിനർത്ഥം എന്തോ തടസ്സമുണ്ടെന്നല്ലേ? ആ തടസ്സം എന്തായാലും അത് മാറ്റാൻ ഒരു വഴിയുണ്ട് മോനെ. എന്ത് വഴിയെന്ന് വിശാൽ? പാർവതി വിചാരിച്ചാൽ എന്ത് തടസ്സവും മാറ്റാം. വിശാലിൻ്റെ അമ്മയെ ഉടൻ കാണാം. അവൾക്ക് അതിനുള്ള കഴിവുണ്ട് മോനെ. അത് നിനക്കറിയില്ലേ? പാർവതിക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്ന് വിശാൽ ചോദിക്കുന്നു. അന്ന് അമ്മയെ കൊണ്ടുവരാൻ നോക്കി, പക്ഷേ അന്ന് കണ്ണാടി ഉടഞ്ഞ് അത് മുടങ്ങിപ്പോയി. പാർവതിക്കത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രഭാവതി പറയുന്നു, പാർവതിക്കത് സാധ്യമാകും, പക്ഷേ നീ പാർവതിയോട് നേരിട്ടത് ആവശ്യപ്പെടണം. അന്നേരമേ അത് സാധിച്ചു തരൂ. അവളുടെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീ അവളോട് ആവശ്യപ്പെട, അപ്പോൾ കാണാം എന്താ സംഭവിക്കുന്നതെന്ന്. ആണ്ടുപൂജ നടത്തുമ്പോൾ ഗായത്രി ചേച്ചിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് കാരണമാകും മോനെ. ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും കാണാൻ മോഹിച്ചിരിക്കുകയാണ്. ഞാനിത് പാർവതിയോട് തീർച്ചയായിട്ടും ആവശ്യപ്പെടും. അമ്മേ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയി. പ്രതാപൻ പറയുന്നു, ചേച്ചി എന്താ സ്റ്റോറി ടെല്ലിംഗ്? ട്വിസ്റ്റോട് ട്വിസ്റ്റാണല്ലോ. അങ്ങനെ പ്രഭാവതിയെ പുകഴ്ത്തി പറയുകയാണ് പ്രതാപൻ. പക്ഷേ ആത്മാവിനെ വരുത്തുന്നത്. അത്രയും പറഞ്ഞപ്പോൾ പ്രഭാവതി പുച്ഛത്തോടെ പറയുന്നു,
ഗായത്രി ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത് ഞാൻ. വിശാലിന് അമ്മയെ ഇല്ലാണ്ടാക്കിയത് ഞാൻ. അവനെ കൊണ്ട് എൻ്റെ അമ്മയെന്ന് വിളിപ്പിച്ചതും ഞാൻ. ആ അമ്മയുടെ ആത്മാവിനെ കാണാനുള്ള ഐഡിയ പറഞ്ഞു വിടുത്തതും ഞാൻ. ആ ആത്മാവിനെ ഇല്ലാണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ചേച്ചി സമ്മതിച്ചു. ചേച്ചിയുടെ ബ്രദറായിട്ട് ജനിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. പ്രഭാവതി പറയുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് പ്രതാപ. ആ പാർവതി ഈ വീട്ടിൽ വന്ന് കാല് കുത്തിയത് മുതൽ നമുക്ക് ശനിദശയാണ്. എന്നിട്ട് വിശാൽ വഴി അവളെ ഇവിടെ നിന്നും തുരത്തണം. അവൾ ഇവിടുന്ന് പോയാലേ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടുന്ന് ലഭിക്കാൻ കഴിയൂ. അങ്ങനെ അവർ ആലോചിച്ച് നിൽക്കുന്നു. പിന്നെ ആ മാജിക് ബോക്സിന്റെ കാര്യവും ഗിഫ്റ്റായി കിട്ടിയ വളയുടെ കാര്യവും കഴിഞ്ഞ കാലത്തെ ഫോട്ടോയുടെ കാര്യവും പിന്നെ ആ ചെക്കിന്റെ കാര്യവും ഇതെല്ലാം ആലോചിക്കുകയാണ്. എന്നിട്ട് പ്രഭാവതി പറയുന്നു, പാർവതിയുടെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതിന് പിന്നിൽ ഗായത്രിയുടെ ആത്മാവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിശാൽ വഴി ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പാർവതിയെ കൊണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തണം. ചേച്ചി, ഒന്നിലേ എനിക്ക് വിയോജിപ്പുള്ളൂ. ഗായത്രി യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ ചെയ്തതൊക്കെ വിളിച്ചു പറയില്ലേ? നമ്മൾ കുടുങ്ങില്ലേ? ചേച്ചി, ഇത് വല്ലാതൊരു ഐഡിയ ആയിപ്പോയി ചേച്ചി. പ്രഭാവതി പറയുന്നു, എടാ നീ പേടിക്കാതെ. ഗായത്രിയുടെ ആത്മാവ് വന്നാൽ അതിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകും. ആത്മാനന്ദ സ്വാമികളെ ഞാൻ ആണ്ടുപൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അവളുടെ ആത്മാവിനെ ബന്ധിച്ചോളും. പിന്നെ ഈ പാർവതിക്ക് ഗായത്രി ദേവിയുടെ ആത്മാവിനെ കാണണമെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കണം. അത് കേട്ട് പ്രതാപൻ പറയുന്നു, ഇപ്പോഴാ ഒരു സമാധാനമായത്. അപ്പോൾ ചേച്ചി വിചാരിച്ചാൽ മനുഷ്യനെ മാത്രമല്ല ആത്മാവിനെയും കളി പഠിപ്പിക്കും. അതോടെ വിശാൽ പഴയതുപോലെ ചേച്ചിയുടെ പിന്നാലെ വാലാട്ടി വരും. ഈ വീട് നമ്മൾ ഭരിക്കും. ചേച്ചി റാണി, ഞാൻ മന്ത്രി. പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി. പ്രതാപനും വലിയ സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പാർവതി തുടങ്ങിക്കഴിഞ്ഞു. ഫോണിൽ നോക്കിക്കൊണ്ട് ജാസ്മിൻ അവിടേക്ക് വരികയും ചെരുപ്പ് കൊണ്ട് അവിടേക്ക് കയറുകയും ചെയ്യുന്നു. ഇത് പാർവതി ശ്രദ്ധിക്കുന്നു. ജാസ്മിൻ പൂജ ചെയ്യുന്നിടത്ത് ചെരുപ്പിട്ടുകൊണ്ട് വരരുതേ, ദൈവകോപം കിട്ടും അങ്ങനെ പാർവതി പറഞ്ഞതും ഒരു പുച്ഛത്തോടെ അത് അനുസരിക്കാതെ അവിടെ തന്നെ നിന്ന് ഫോണിൽ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ജാസ്മിൻ. ദേഷ്യത്തോടെ പാർവതി ജാസ്മിനോട് പറയുന്നു, ജാസ്മിൻ, ഞാൻ പറഞ്ഞത് നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ചെരുപ്പിട്ടുകൊണ്ട് ഇവിടെ നിൽക്കരുത്. നീ വേഗം ചെരുപ്പ് വെളിയിൽ കൊണ്ടിട്ടിട്ട് വാ. എന്നോട് ആജ്ഞാപിക്കാൻ മാത്രം നീ ആരാടി? എന്നോട് ചെരുപ്പ് പുറത്തു കൊണ്ടുവിടാൻ പറയാൻ നീ ആരാടി? എനിക്ക് സൗകര്യമില്ല. നീ എന്ത് ചെയ്യുമെന്ന് ജാസ്മിൻ ചോദിക്കുന്നു. ഞാൻ ആജ്ഞാപിച്ചതല്ല, അപേക്ഷിച്ചതാണ്. ജാസ്മിൻ, അത് മനസ്സിലാവാത്തത് എൻ്റെ തെറ്റല്ല. നീ ഇനി എന്ത് ചെയ്താലും ശരി, പൂജ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. വെറുതെ എന്നെക്കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കില്ലേ ജാസ്മിൻ? എന്നെ പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, എങ്ങനെ നീ എന്നെ തല്ലുവോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ, തല്ലടി. അടി ഇരുന്ന് വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് ജാസ്മിൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.